മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ട്, കഷ്ടപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്ന, കുടുംബം കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ആയ, അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേര് മതനിരപേക്ഷ മനസ്സുള്ളവരുണ്ട്. അവർ നിരാശരാണ്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി 2 വാതിലുകൾ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും വരാം. അതാണ് ശരിയായ പാത എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിണറായി ഗവൺമെന്റും ബി.ജെ.പിയും തമ്മിലുള്ള ചർച്ചകളിൽ സ്ഥിരം മധ്യസ്ഥനാണ് ബെഹ്റാനാണ് തിരുവഞ്ചൂര് പറയുന്നത്. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി. തെരഞ്ഞെടുപ്പല്ലേ, അങ്ങനെ എന്തൊക്കെ പറയും? LDF ഗവൺമെന്റും BJP കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള കെമിസ്ട്രി എന്താണെന്ന് എല്ലാവരും കാണുന്നില്ലേ? പൗരത്വ നിയമം കൊണ്ടുവരാൻ നിലപാടെടുത്തപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണിത്, പറ്റില്ലെന്ന് പറഞ്ഞ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഗവൺമെൻറ് ഏതാ? ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് LDF ഗവൺമെൻറ്റാണ്. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതാണ്, കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്. കേരളത്തിലെ LDF ഗവൺമെൻറ്റിനോട് വല്ലാത്ത സ്നേഹമാണെന്നാണല്ലോ പറഞ്ഞവർ. ആ സ്നേഹമാണല്ലോ കിട്ടുന്ന പൈസ പോലെ അവിടെ പിടിച്ചു വെച്ചത്. തരാനുള്ള പണം തരുന്നുണ്ടോ? തരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു LDF തുടർഭരണം ഉണ്ടായത്. BJP ഗവൺമെൻറ്റിനോട് പോരാടാൻ തയ്യാറുള്ളവരാണ് കേരളത്തിൽ LDF ഗവൺമെൻറ്. കേരളത്തിൽ LDF ഭരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സുരക്ഷിതർ എന്ന മലയാളിയുടെ ചിന്തയാണ് LDFിൻ്റെ തുടർഭരണത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒരു കാരണം. അതൊക്കെ എല്ലാവർക്കും അറിയാം. അത് പൊളിക്കാൻ വേണ്ടി ഇജ്ജാതി വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് അത്തരം വിഷയം അറിയില്ല. ഞാൻ പൊതു രാഷ്ട്രീയമാണ് പറയുന്നത്.